ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും റാങ്ക് ഫെയറിൻ്റെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് ഒരു റിവിഷൻ ക്ലാസ്സാണ്. നമ്മൾ ചില വീഡിയോസിലായിട്ട് 5 ഇയർ പ്ലാൻസ്, അതായത് പഞ്ചവത്സര പദ്ധതിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അതിൻ്റേതായിട്ടുള്ള റിവിഷനാണ് ഇന്ന് നടത്താൻ വേണ്ടി പോകുന്നത്. നമുക്കറിയാം, മത്സര പരീക്ഷകളിൽ ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ഭാഗമാണ് പഞ്ചവത്സര പദ്ധതികൾ എന്ന് പറയുന്നത്. അപ്പം മത്സര പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു റിവിഷനാണ് ഇന്ന് സംഘടിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക. ഒപ്പം ഇതിൻ്റേതായിട്ടുള്ള നോട്ട് ടെലഗ്രാം ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് ചെക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്യുക. ഒപ്പം നിങ്ങളുടെ കൂട്ടുകാരിലേക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടേതായിട്ടുള്ള കമൻറ്റ്സ് രേഖപ്പെടുത്തുക. നമുക്ക് ഇന്നത്തെ റിവിഷൻ ക്ലാസ്സിലേക്ക് പോയാലോ? ഒന്നാമത്തെ ചോദ്യം, പഞ്ചവത്സര പദ്ധതികൾ എന്ന ആശയം ഏത് രാജ്യത്തിൽ നിന്നാണ് ഇന്ത്യ കടമെടുത്തിരിക്കുന്നത്? പഞ്ചവത്സര പദ്ധതികൾ എന്ന ആശയം ഏത് രാജ്യത്തിൽ നിന്നാണ് ഇന്ത്യ കടമെടുത്തിരിക്കുന്നത്? ഉത്തരം റഷ്യ. പഞ്ചവത്സര പദ്ധതികൾ എന്ന ആശയം ഇന്ത്യ റഷ്യയിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്. പഞ്ചവത്സര പദ്ധതി ലോകത്ത് ആദ്യമായി നടപ്പിലാക്കിയത് ആരാണ്? പഞ്ചവത്സര പദ്ധതി ലോകത്ത് ആദ്യമായി നടപ്പിലാക്കിയത് ആരാണ്? ഉത്തരം ജോസഫ് സ്റ്റാലിൻ. പഞ്ചവത്സര പദ്ധതി ലോകത്ത് ആദ്യമായി നടപ്പിലാക്കിയത് ജോസഫ് സ്റ്റാലിനാണ്. ഇന്ത്യയിൽ ആരുടെ ഭരണകാലത്താണ് പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത്? ഇന്ത്യയിൽ ആരുടെ ഭരണകാലത്താണ് പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ഇന്ത്യയിൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ ഭരണകാലത്താണ് പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം എത്രയാണ്? ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം ഉത്തരം 1951 മുതൽ 1956 വരെ. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടമാണ് 1951 മുതൽ 1956 വരെ. കാർഷിക പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏത്? കാർഷിക പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതിയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി. കാർഷിക പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഒന്നാം പഞ്ചവത്സര പദ്ധതി. ഒന്നാം പഞ്ചവത്സര പദ്ധതിയിൽ പ്രധാനമായും മുൻതൂക്കം നൽകിയിരുന്നത് എന്തിനാണ്? ഒന്നാം പഞ്ചവത്സര പദ്ധതിയിൽ പ്രധാനമായും മുൻതൂക്കം നൽകിയിരിക്കുന്നത് കൃഷി, ജലസേചനം എന്നിവയ്ക്കാണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയിൽ പ്രധാനമായി മുൻതൂക്കം നൽകിയിരിക്കുന്നത് കൃഷി, ജലസേചനം. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയതും ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ നടത്തിപ്പിൽ പ്രധാന പങ്ക് വഹിച്ചതുമായ മലയാളി ആര്? ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയതും ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ നടത്തിപ്പിൽ പ്രധാന പങ്ക് വഹിച്ചതുമായ മലയാളി ആര്? KN രാജ്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയതും ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ നടത്തിപ്പിൽ പ്രധാന പങ്ക് വഹിച്ചതുമായ മലയാളിയാണ് KN രാജ്. വൻകിട ജലസേചന പദ്ധതികൾ സ്ഥാപിച്ച പഞ്ചവത്സര പദ്ധതി ഏത്? വൻകിട ജലസേചന പദ്ധതികൾ സ്ഥാപിച്ച പഞ്ചവത്സര പദ്ധതി ഒന്നാം പഞ്ചവത്സര പദ്ധതി. വൻകിട ജലസേചന പദ്ധതികൾ സ്ഥാപിച്ച പഞ്ചവത്സര പദ്ധതിയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി. ഹാരോ ഡോമർ മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏത്? ഹാരോ ഡോമർ മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഒന്നാം പഞ്ചവത്സര പദ്ധതി. ഹാരോ ഡോമർ മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതിയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി. അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിന് മഹാക്ഷേത്രങ്ങൾ എന്ന് പരാമർശിച്ചത് ആരാണ്? അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിന് മഹാക്ഷേത്രങ്ങൾ എന്ന് പരാമർശിച്ചത് നെഹ്റു. അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിന് മഹാക്ഷേത്രങ്ങൾ എന്ന് പരാമർശിച്ചത് നെഹ്റു. ഹിരാക്കുഡ്, ദാമോദർ വാലി, ഭക്രാനങ്കൽ എന്നീ ജലസേചന പദ്ധതികൾ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി ഏത്? ഹിരാക്കുഡ്, ദാമോദർ വാലി, ഭക്രാനങ്കൽ എന്നീ ജലസേചന പദ്ധതികൾ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി ഒന്നാം പഞ്ചവത്സര പദ്ധതി. ഹിരാക്കുഡ്, ദാമോദർ വാലി, ഭക്രാനങ്കൽ എന്നീ ജലസേചന പദ്ധതികൾ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി ഒന്നാം പഞ്ചവത്സര പദ്ധതി. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണ് യൂണിവേഴ്സിറ്റി ഗ്രാൻറ്റ്സ് കമ്മീഷൻ സ്ഥാപിതമായത്. ഏത് വർഷമാണിത്? ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണ് യൂണിവേഴ്സിറ്റി ഗ്രാൻറ്റ്സ് കമ്മീഷൻ സ്ഥാപിതമായത്.
ഏത് വർഷം? 1953. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിൽ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ സ്ഥാപിതമായി 1953. രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം 1956 മുതൽ 1961 വരെ. രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം 1956 മുതൽ 61 വരെ. രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്ത് കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്നത് എന്തിനാണ്? രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്ത് കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്നത് എന്തിനാണ്? ഗതാഗത വികസനം, വ്യവസായവൽക്കരണം. ഗതാഗത വികസനം, വ്യവസായവൽക്കരണം. രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്ത് കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്നത് ഗതാഗത വികസനം, വ്യവസായവൽക്കരണം. വ്യാവസായിക പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏത്? വ്യാവസായിക പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏത്? ഏതാണ്? രണ്ടാം പഞ്ചവത്സര പദ്ധതി. വ്യാവസായിക പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതിയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി. മഹലനോബിസ് മാതൃക എന്നറിയപ്പെട്ട പഞ്ചവത്സര പദ്ധതി ഏത്? മഹലനോബിസ് മാതൃക എന്നറിയപ്പെട്ട പഞ്ചവത്സര പദ്ധതി രണ്ടാം പഞ്ചവത്സര പദ്ധതി. മഹലനോബിസ് മാതൃക എന്നറിയപ്പെട്ട പഞ്ചവത്സര പദ്ധതിയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി. ദുർഗാപൂർ, ഭിലായ്, റൂർക്കേല ഇരുമ്പുരുക്ക് ശാലകൾ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി ഏത്? ദുർഗാപൂർ, ഭിലായ്, റൂർക്കേല ഇരുമ്പുരുക്ക് ശാലകൾ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതിയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി. ദുർഗാപൂർ, ഭിലായ്, റൂർക്കേല ഇരുമ്പുരുക്ക് ശാലകൾ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി രണ്ടാം പഞ്ചവത്സര പദ്ധതി. ഹരിത വിപ്ലവം ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് തുടങ്ങിയത്? ഹരിത വിപ്ലവം ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് തുടങ്ങിയത്? മൂന്നാം പഞ്ചവത്സര പദ്ധതി. ഹരിത വിപ്ലവം മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് തുടങ്ങിയത്. മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം. മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം 1961 മുതൽ 66 വരെ. മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം 1961 മുതൽ 66 വരെ. മൂന്നാം പഞ്ചവത്സര പദ്ധതിയിൽ എന്തിനാണ് മുൻതൂക്കം നൽകിയത്? മൂന്നാം പഞ്ചവത്സര പദ്ധതിയിൽ എന്തിനാണ് മുൻതൂക്കം നൽകിയത്? സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത. മൂന്നാം പഞ്ചവത്സര പദ്ധതി മുൻതൂക്കം നൽകിയത് സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത. പ്ലാൻ ഹോളിഡേ എന്നറിയപ്പെടുന്ന കാലഘട്ടം. പ്ലാൻ ഹോളിഡേ എന്നറിയപ്പെടുന്ന കാലഘട്ടം 1966 മുതൽ 69 വരെ. പ്ലാൻ ഹോളിഡേ എന്നറിയപ്പെട്ട കാലഘട്ടം 1966 മുതൽ 69 വരെ. നാലാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം. നാലാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം 1969 മുതൽ 74 വരെ. നാലാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം 1969 മുതൽ 74 വരെ. ഗാഡ്ഗിൽ മോഡൽ നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതി ഏതാണ്? ഗാഡ്ഗിൽ മോഡൽ നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതി ഏതാണ്? നാലാം പഞ്ചവത്സര പദ്ധതി. ഗാഡ്ഗിൽ മോഡൽ നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതി നാലാം പഞ്ചവത്സര പദ്ധതി. ആദ്യത്തെ ബാങ്ക് ദേശസാൽക്കരണം നടന്നത് എത്രാമത്തെ പഞ്ചവത്സര പദ്ധതിയിലാണ്? ആദ്യത്തെ ബാങ്ക് ദേശസാൽക്കരണം നടന്നത് എത്രാമത്തെ പഞ്ചവത്സര പദ്ധതിയിലാണ്? നാലാം പഞ്ചവത്സര പദ്ധതി. വർഷം 1969. ആദ്യത്തെ ബാങ്ക് ദേശസാൽക്കരണം നടന്നത് നാലാമത്തെ പഞ്ചവത്സര പദ്ധതി കാലത്താണ് 1969. അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം എത്രയാണ്? അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം 1974 മുതൽ 79 വരെ. 1974 മുതൽ 79 വരെയായിരുന്നു അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം. അഞ്ചാം പഞ്ചവത്സര പദ്ധതി തയ്യാറാക്കിയത് ആരാണ്? അഞ്ചാം പഞ്ചവത്സര പദ്ധതി തയ്യാറാക്കിയത് DP ധർ. DP ധർ ആണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതി തയ്യാറാക്കിയത്. അഞ്ചാം പഞ്ചവത്സര പദ്ധതി തുടങ്ങിയത് ഏത് വർഷം? അഞ്ചാം പഞ്ചവത്സര പദ്ധതി തുടങ്ങിയത് 1975 മുതലാണ്. അഞ്ചാം പഞ്ചവത്സര പദ്ധതി തുടങ്ങിയത് 1975 മുതൽ. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് ഇന്ദിരാഗാന്ധി 20 ദിന പരിപാടികൾ നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതി ഏതാണ്? ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി ഇന്ദിരാഗാന്ധി 20 ദിന പരിപാടികൾ നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതി അഞ്ചാം പഞ്ചവത്സര പദ്ധതി.
ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി ഇന്ദിരാഗാന്ധി 20 പരിപാടി നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതിയാണ് 5ാം പഞ്ചവത്സര പദ്ധതി. ആരുടെ ഭരണകാലത്താണ് റോളിംഗ് പ്ലാൻ അവതരിപ്പിച്ചത്? ആരുടെ ഭരണകാലത്താണ് റോളിംഗ് പ്ലാൻ അവതരിപ്പിച്ചത്? മൊറാർജി ദേശായിയുടെ കാലഘട്ടത്തിൽ 1978 മുതൽ 80 കാലഘട്ടത്തിൽ. ആരുടെ ഭരണകാലത്താണ് റോളിംഗ് പ്ലാൻ ആരംഭിച്ചത്? മൊറാർജി ദേശായിയുടെ കാലഘട്ടത്തിൽ 1978 മുതൽ 80 കാലഘട്ടം. റോളിംഗ് പ്ലാൻ എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത് ആരാണ്? റോളിംഗ് പ്ലാൻ എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത് ആരാണ്? ഗുണ്ണാർ മിർഡാൽ. ഗുണ്ണാർ മിർഡാലാണ് റോളിംഗ് പ്ലാൻ എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത്. ഗരീബി ഘടാവോ എന്ന മുദ്രാവാക്യം ഏത് പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഗരീബി ഘടാവോ എന്ന മുദ്രാവാക്യം ഏത് പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 5ാം പഞ്ചവത്സര പദ്ധതി. ഗരീബി ഘടാവോ എന്ന മുദ്രാവാക്യം 5ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 6ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം എത്രയാണ്? 6ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം 1980 മുതൽ 85 വരെ. 6ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം 1980 മുതൽ 85 വരെ. 6ാം പഞ്ചവത്സര പദ്ധതികൾ പ്രധാനമായി മുൻതൂക്കം നൽകിയിരിക്കുന്നത് എന്തിനാണ്? 6ാം പഞ്ചവത്സര പദ്ധതികൾ പ്രധാനമായി മുൻതൂക്കം നൽകിയിരിക്കുന്നത് തൊഴിൽ വികസന പദ്ധതികൾക്കായി. 6ാം പഞ്ചവത്സര പദ്ധതികൾ പ്രധാനമായി മുൻതൂക്കം നൽകിയിരിക്കുന്നത് തൊഴിൽ വികസന പദ്ധതികൾക്കായി. 7ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം. 7ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം 1985 മുതൽ 90 വരെ. 7ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം 1985 മുതൽ 90 വരെ. 7ാം പഞ്ചവത്സര പദ്ധതി വഴി ഏതൊക്കെ മേഖലയിൽ ആണ് പുരോഗതി കൈവരിക്കാൻ സാധിച്ചത്? 7ാം പഞ്ചവത്സര പദ്ധതി വഴി ഏതൊക്കെ മേഖലയിലാണ് പുരോഗതി കൈവരിക്കാൻ സാധിച്ചത്? വാർത്താവിനിമയം, ഗതാഗത മേഖല. 7ാം പഞ്ചവത്സര പദ്ധതി വഴി ഏതൊക്കെ മേഖലയിൽ ആണ് പുരോഗതി കൈവരിക്കാൻ സാധിച്ചത്? വാർത്താവിനിമയം, ഗതാഗത മേഖല. 8ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം. 8ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം 1992 മുതൽ 97 വരെ. 8ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടമാണ് 1992 മുതൽ 97 വരെ. മൻമോഹൻ മോഡൽ എന്ന് അറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏത്? മൻമോഹൻ മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി 8ാം പഞ്ചവത്സര പദ്ധതി. മൻമോഹൻ മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി 8ാം പഞ്ചവത്സര പദ്ധതി. 8ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തെല്ലാം? 8ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ മാനവ വികസനം, വ്യവസായങ്ങളുടെ ആധുനികവൽക്കരണം. മാനവ വികസനം, വ്യവസായങ്ങളുടെ ആധുനികവൽക്കരണം എന്നിവയാണ് 8ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. 1992 നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, പഞ്ചായത്തി രാജ് സംവിധാനം 1993 എന്നിവ നിലവിൽ വന്ന പഞ്ചവത്സര പദ്ധതി ഏത്? 8ാം പഞ്ചവത്സര പദ്ധതി. 1992 നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, പഞ്ചായത്ത് രാജ് സംവിധാനം 1993 എന്നിവ നിലവിൽ വന്ന പഞ്ചവത്സര പദ്ധതി 8ാം പഞ്ചവത്സര പദ്ധതി. 8ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് 1992, പഞ്ചായത്ത് രാജ് സംവിധാനം 1993 എന്നിവ നിലവിൽ വന്നത്. 9ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം. 9ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം 1997 മുതൽ 2002 വരെ. 9ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടം 1997 മുതൽ 2002 വരെ. ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്ന പദ്ധതി ഏത്? ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്ന പദ്ധതി 9ാം പഞ്ചവത്സര പദ്ധതി. ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്ന പദ്ധതി 9ാം പഞ്ചവത്സര പദ്ധതി. സ്ത്രീ ശാക്തീകരണത്തിന് മുൻതൂക്കം നൽകിയ പഞ്ചവത്സര പദ്ധതി ഏത്? സ്ത്രീ ശാക്തീകരണത്തിന് മുൻതൂക്കം നൽകിയ പഞ്ചവത്സര പദ്ധതി 9ാം പഞ്ചവത്സര പദ്ധതി. സ്ത്രീ ശാക്തീകരണത്തിന് മുൻതൂക്കം നൽകിയ പഞ്ചവത്സര പദ്ധതി 9ാം പഞ്ചവത്സര പദ്ധതി. കുടുംബശ്രീ ആരംഭിച്ചത് എന്നാണ്? കുടുംബശ്രീ ആരംഭിച്ചത് 1998 മെയ് 17. കുടുംബശ്രീ ആരംഭിച്ചത് 1998 മെയ് 17. ഇന്ത്യ സ്വാതന്ത്ര്യം ലഭിച്ചതിൻ്റെ 50ാം വാർഷികത്തിൽ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി ഏത്?
ഇന്ത്യ സ്വാതന്ത്ര്യം ലഭിച്ചതിൻ്റെ 50-ാം വാർഷികത്തിൽ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി 9-ാം പഞ്ചവത്സര പദ്ധതി. ഇന്ത്യ സ്വാതന്ത്ര്യം ലഭിച്ചതിൻ്റെ 50-ാം വാർഷികത്തിൽ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി 9-ാം പഞ്ചവത്സര പദ്ധതി. 10-ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം. 10-ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം 2002 മുതൽ 2007 വരെ. 2002 മുതൽ 2007 വരെയായിരുന്നു 10-ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം. കേരള മോഡൽ വികസന പദ്ധതി നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതി ഏത്? കേരള മോഡൽ വികസന പദ്ധതി നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതി 10-ാം പഞ്ചവത്സര പദ്ധതി. കേരള മോഡൽ വികസന പദ്ധതി നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതി 10-ാം പഞ്ചവത്സര പദ്ധതി. 11-ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം. 11-ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം 2007 മുതൽ 2012 വരെ. 2007 മുതൽ 2012 വരെയായിരുന്നു 11-ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം. എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വളർച്ച ലക്ഷ്യമാക്കിയ പദ്ധതി ഏത്? എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വളർച്ച ലക്ഷ്യമാക്കിയ പദ്ധതി ഏത്? 11-ാം പഞ്ചവത്സര പദ്ധതി. എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വളർച്ച ലക്ഷ്യമാക്കിയ പദ്ധതി 11-ാം പഞ്ചവത്സര പദ്ധതി. ഭക്ഷ്യവസ്തുക്കളുടെ സുസ്ഥിരതയ്ക്ക് മുൻതൂക്കം നൽകിയ പഞ്ചവത്സര പദ്ധതി ഏത്? ഭക്ഷ്യവസ്തുക്കളുടെ സുസ്ഥിരതയ്ക്ക് മുൻതൂക്കം നൽകിയ പഞ്ചവത്സര പദ്ധതി 11-ാം പഞ്ചവത്സര പദ്ധതി. ഭക്ഷ്യവസ്തുക്കളുടെ സുസ്ഥിരതയ്ക്ക് മുൻതൂക്കം നൽകിയ പഞ്ചവത്സര പദ്ധതി 11-ാം പഞ്ചവത്സര പദ്ധതി. 12-ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം. 12-ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം 2012 മുതൽ 2017 വരെ. 2012 മുതൽ 2017 വരെയായിരുന്നു 12-ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം. 12-ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തെല്ലാം? 12-ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തെല്ലാം? സുസ്ഥിര വികസനം, ത്വരിതഗതിയിലുള്ള വളർച്ച, എല്ലാവരെയും ഉൾക്കൊള്ളിക്കുന്ന വളർച്ച. 12-ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ സുസ്ഥിര വികസനം, ത്വരിതഗതിയിലുള്ള വളർച്ച, എല്ലാവരെയും ഉൾക്കൊള്ളിക്കുന്ന വളർച്ച. നമ്മുടെ റിവിഷൻ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ വേണ്ടി ചാൻസ് ഉള്ളതും അതുപോലെ തന്നെ ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ളതായിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അതിനേക്കാളും നിങ്ങൾക്ക് ധാരാളം കാര്യങ്ങൾ പഠിക്കാനായിട്ടുണ്ട്. നിങ്ങൾ മുന്നത്തെ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോസ് ഒന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ ഈ യൂട്യൂബ് ചാനലൊന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും 5 ഇയർ പ്ലാൻ എന്ന് റാങ്ക് ഫയൽ എന്ന് നിങ്ങൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് കാണാനായിട്ട് ഇടയായിത്തീരും. നിങ്ങൾ അതുകൂടെ ഒന്ന് നോക്കിയിട്ട് വേണം എക്സാമിന് പോകാനായിട്ട്. അതുപോലെ തന്നെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഷുവർ ഷോർട്സ്, അതായത് എക്സാമിന് നിങ്ങൾ പോകുന്നതിന് മുമ്പായിട്ട് മസ്റ്റായിട്ട് നിങ്ങൾ കണ്ടിരിക്കേണ്ട ഒരു വീഡിയോയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് നിങ്ങൾ റിവിഷൻ ക്ലാസ് യഥാർത്ഥം പറഞ്ഞാൽ കാണേണ്ടത്. കാരണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു 2 വീഡിയോസ് നിങ്ങൾ കണ്ട് കഴിഞ്ഞുവെങ്കിൽ തീർച്ചയായിട്ടും ഈ റിവിഷൻ ക്ലാസ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രയോജനപ്പെടും. കാരണം ഞാൻ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ അതിൻ്റെ ആൻസർ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടിയെത്തും. അപ്പം അങ്ങനെയാണ് നിങ്ങൾ പഠിക്കേണ്ടത്. റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ ക്വസ്റ്റ്യൻസ് വായിച്ച് മനസ്സിലാക്കി അതുപോലെ തന്നെ പഠിക്കുക. പിന്നെ അതുപോലെ തന്നെ ഓഡിയോ കേട്ട് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കേട്ട് പഠിക്കുന്നതും ഏറ്റവും യൂസ്ഫുള്ളായിരിക്കും. കാരണം ഞാനും പരീക്ഷകൾ എഴുതാൻ വേണ്ടി പോകാറുള്ളതാണ്. അപ്പോൾ എനിക്കും ഈ റിപ്പീറ്റ് ചെയ്ത് നമ്മൾ എത്രത്തോളം കേൾക്കുന്നു അത്രത്തോളം നമുക്കത് ബെനിഫിറ്റ് തന്നെയാണ്. കാരണം എക്സാം ഹാളിലിരിക്കുമ്പോൾ നമുക്കൊരു സംശയം തോന്നില്ല. തീർച്ചയായിട്ടും നമുക്കത് മാർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു സംശയം കൂടെ അത് മാർക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പം നമുക്ക് നെഗറ്റീവ് മാർക്ക് കുറയ്ക്കാനും പറ്റും അതിലൂടെ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു പാറ്റേണിൽ തന്നെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടി നിങ്ങൾക്ക് ഇനിയും വെയിറ്റ് ചെയ്യാവുന്നതാണ്. ഇനിയും ഇതുപോലെ ധാരാളം വീഡിയോസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ കറണ്ട് അഫേഴ്സ് ഇങ്ങനെയുള്ള ധാരാളം ടോപ്പിക്കിനെ കുറിച്ചുള്ള വീഡിയോസൊക്കെ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങൾ കൂട്ടുകാരിലൂടെ ഷെയർ കൊടുക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും അറിയിക്കുക. നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇതിൻ്റേതായിട്ടുള്ള PDF നോട്ട് ഞാൻ ടെലഗ്രാം ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അതോടെ ശ്രദ്ധിക്കാനുണ്ട്. നിങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.